നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പുൽവാമ ആക്രമണത്തിന്റെ 6ാം വാർഷികത്തിൽ കണ്ണൂർ CRPF കൂട്ടായ്മ ദേശത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര ജവാന്മാരെ അനുസ്മരിച്ചു. കണ്ണൂർ യുദ്ധസ്മാരകത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് CRPF ഡെപ്യൂട്ടി കമാൻഡന്റ് പ്രസാദ് KP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും തകർക്കാൻ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഒരു പ്രതിരോധ ശക്തികളെയും അനുവദിക്കില്ല എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ ഇവിടെ കൂടിയിരിക്കുന്ന കൂട്ടായ്മ. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടിയ അവധി സമയങ്ങളിൽ പോലും രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരയോദ്ധാക്കളെ സ്മരിക്കാൻ നിങ്ങൾ ഇവിടെ 2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ CRPF വാഹനത്തിന് നേരെ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ് ചടങ്ങ് തുടങ്ങിയത്. അനുസ്മരണ ചടങ്ങിൽ കണ്ണൂർ CRPF കൂട്ടായ്മയിലെയും പെൻഷൻ ഫോറത്തിലെയും പാരാമിലിറ്ററി അസോസിയേഷനിലെയും മെമ്പേഴ്സ് കുടുംബസമേതം പങ്കെടുത്തു. മെമ്പേഴ്സിന്റെ എല്ലാ വീടുകളിലും വൈകുന്നേരം ധീര ജവാന്മാർക്കായി ദീപം തെളിയും. കണ്ണൂർ CRPF കൂട്ടായ്മ അഡ്മിൻ ഗണേശൻ P സ്വാഗതം പറഞ്ഞു. സിസോ ജോസ് അഡ്മിൻ കണ്ണൂർ CRPF കൂട്ടായ്മ അധ്യക്ഷത വഹിച്ചു. അനീഷ് MV PMG RTC PGM മുഖ്യ അതിഥിയായി. ശ്രീലേഖ, ദീപേഷ് പയ്യന്നൂർ, വാണിദാസ്, ദീപേഷ് കണ്ണൂർ CRPF കൂട്ടായ്മ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പെൻഷൻ ഫോറം സെക്രട്ടറി ഗോപിനാഥൻ MK, ഓൾ ഇന്ത്യ പാരാമിലിറ്ററി അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KV നാരായണൻ എന്നിവർ സംസാരിച്ചു. പ്രദീപൻ KK അഡ്മിൻ CRPF കൂട്ടായ്മ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.